ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. നമുക്കറിയാം, എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃകയായിട്ട് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാണ് ഓശാന ഞായർ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദിമാതാപിതാക്കൾ ദൈവത്തിൽ നിന്നും അകലുവാൻ ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുക, ഈശോയെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആളുകൾ തങ്ങളുടെ വസ്ത്രങ്ങളും ഇലകളും മരച്ചില്ലകളുമൊക്കെ വീഥികളിൽ വിതർന്നതാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് അകലുവാൻ വസ്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ, പുതിയ നിയമത്തിൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഓശാന ഞായറാഴ്ച ആദ്യമേ നമ്മൾ കാണുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, ക്രിസ്തു തൻ്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. ക്രിസ്തു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മുൻപിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ 2 കഴുതകളെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ കാണും. നിങ്ങൾ അവയെ അഴിച്ചു കൊണ്ടുവരിക. തീർച്ചയായിട്ടും അവിടെയുള്ളവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഈ കഴുതയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന്. അപ്പോൾ നിങ്ങൾ പറയണം, ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ഈ ആദ്യത്തെ കഴുത സൂചിപ്പിക്കുന്നത് മോശയുടെ കൽപ്പനകളും ദൈവത്തിൻ്റെ കൽപ്പനകളും മറന്ന് ജീവിച്ച ഒരു യഹൂദ ജനതയാണ്. എന്നാൽ രണ്ടാമത്തെ കഴുത സൂചിപ്പിക്കുക ദൈവത്തെ അറിയാതെ ജീവിച്ച ഒരു വിജാതീയരെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലവിധ സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ഒരുപക്ഷെ കെട്ടപ്പെട്ട് പോയിട്ടുണ്ടാവാം. പാപത്തിൻ്റേതായ അടിമത്വം, വിശ്വാസരാഹിത്യത്തിൻ്റേതായ അവസ്ഥ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമ എന്നിങ്ങനെ പല അവസ്ഥയിലും നമ്മളൊക്കെ കെട്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകളഴിച്ച് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനാണ് ഈ ഓശാന ഞായറാഴ്ച നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, ഈ ശിഷ്യന്മാർ ഈ കഴുതയെ അഴിച്ച് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നതുകൊണ്ടാണ് ക്രിസ്തുവിന് ആ കഴുതകളെ ഒരു വാഹനമാക്കി മാറ്റുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ കെട്ടുകളഴിച്ച് ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ക്രിസ്തുവിന് സഞ്ചരിക്കാവുന്ന വാഹനങ്ങളായി നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറുമെന്നുള്ളതാണ് ഓശാന ഞായറാഴ്ച നമുക്ക് നൽകുന്ന ആദ്യ സന്ദേശമെന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിനെ നിലവിളിയോടുകൂടി സ്വീകരിക്കുന്ന, ആർപ്പുവിളിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുക. ആ ജനതയുടെ നിലവിളി ക്രിസ്തു കേൾക്കുന്നുമുണ്ട്. ഒരിക്കൽ ഒരു യഹൂദ മതപണ്ഡിതന് ഒരു തിണ്ണയിലിരുന്ന് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ബൈബിള്. ആ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അവിടെ വീണ് ആ കുട്ടിക്ക് പരിക്കേൽക്കുകയും ആ കുട്ടിയുടെ ദേഹത്തു നിന്ന് രക്തം വരികയും ചെയ്യുന്നു. ഈ കുട്ടി ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. എന്നാലും ഈ പിതാവിത് കേൾക്കാതെ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ അകത്തു നിന്നും ഈ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ഇറങ്ങി വരുമ്പോൾ ഈ കുട്ടി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. ഓടി വന്ന് ആ കുട്ടിയെ അദ്ദേഹം ശുശ്രൂഷിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ കുട്ടിയുടെ പിതാവിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്, നീ ബൈബിളാണോ വായിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ബൈബിൾ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും മറ്റുള്ളവരുടെ നിലവിളി കേട്ടില്ല എന്ന് കേൾക്കാൻ സാധിക്കുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ പല ആളുകൾ നിലവിളിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും ഒത്തിരി ആളുകൾ നിലവിളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ നിലവിളി കേൾക്കുവാനാണ് ഈ ഓശാന ഞായറാഴ്ച നമ്മളോർക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഓശാന ഞായറാഴ്ച നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കെട്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകളൊക്കെ അഴിച്ച് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനും അതുപോലെ മറ്റുള്ളവരുടെ നിലവിളിക്ക് ഒരു ഉത്തരമായിട്ട് മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.